നമ്മൾ ഇവിടെ തെളിച്ചു കൊണ്ടുപോകണം, അല്ലെങ്കിൽ നമ്മൾ ഡ്രൈവ് ചെയ്യുന്ന ഒരു വണ്ടി ഉണ്ടല്ലോ, സമസ്ത കേരള ജമിയത്തുൽ ഉലമ എന്ന് പറഞ്ഞാൽ, ഇതിനെ നമ്മൾ ഈ റൂട്ടിൽ കൂടി മാത്രമേ അതിനെ നമ്മൾ ഡ്രൈവ് ചെയ്യുള്ളൂ. അല്ലാതെ ആരെങ്കിലും വൈക്കുന്ന കയറിയ ആളുകളൊക്കെ പറയണ മാതിരിക്ക് ഡ്രൈവ് ചെയ്യുന്നതല്ല ഈ സംഘടന എന്നുള്ളത് അതെല്ലാവരും മനസ്സിലാക്കണം. ഇത് വിശുദ്ധമായ ഒരു സംഘടനയാണ്. ഈ സംഘടന നമ്മളെ സംഘടനയാണ്. നമ്മളാണ് അതിനെ ഡ്രൈവ് ചെയ്ത് കൊണ്ടുപോകേണ്ടത്. അല്ലാതെ ആരെങ്കിലും വയ്യെന്ന് കയറിയ ആളുകൾ അങ്ങോട്ട് വിടണം എന്ന് പറഞ്ഞാൽ നമ്മളതിനെ വിടൂല. നമ്മൾ കൊണ്ടുപോകുന്ന ഒരു റൂട്ടുണ്ട്. ആ റൂട്ടാണ് ഞാൻ പറഞ്ഞത്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ വ്യാഖ്യാനിച്ച് മനസ്സിലാക്കി തന്ന ആ റൂട്ടിൽ കൂടി മാത്രമേ. ഇപ്പോ മുസ്ലിം കേരളത്തിന്റെ രാഷ്ട്രീയമായ പുരോഗതിക്ക് വേണ്ടി, സമുദായ രാഷ്ട്രീയത്തിന് വേണ്ടി നിലകൊള്ളുന്നവർ മുസ്ലിം ലീഗാണ്. ഈ 10,000-കണക്കിന് മദ്രസ ഉണ്ടെങ്കിൽ ആ മദ്രസകളെല്ലാം നടത്തുന്നത് അവരാണ്. അവരെ മാറ്റി നിർത്തിക്കൊണ്ട്, അവരെ വിമർശിച്ചുകൊണ്ട് ഇവിടെ ഒരു നിലനിൽപ്പും സമസ്തക്കില്ല, ആർക്കുമില്ല. ഇത് നാം മനസ്സിലാക്കണം. ഈ വളരെ വൈകിയ സമയത്ത് കടന്നു വന്നവർക്ക് ഇതൊന്നും അറിയില്ല. വൈകി വന്നവരുണ്ടല്ലോ, അവർക്ക് ഇതൊന്നും അറിയില്ല. 974 മുതൽക്ക് ഞാൻ KR റഹ്മാൻ ബജി, അതുപോലെ ഇവിടെ ഇരിക്കുന്ന ഉസ്താദുമാർ, ഇവരെല്ലാം ഈ സമസ്തക്ക് വേണ്ടി, സുന്നത്ത് ജമാഅത്തിന് വേണ്ടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നതാണ്. അതിനുശേഷം 10, 20, 30 വർഷങ്ങളൊക്കെ കഴിഞ്ഞിട്ട് പലരും വന്നു. വണ്ടിയിൽ വൈകി കയറിയവരല്ല ദിശ നിർണ്ണയിക്കേണ്ടത്. അങ്ങനെയാണല്ലോ. വണ്ടിയിൽ വൈകി കയറി, എടുത്ത് ബൈക്കിന് കയറി, അവൻ അങ്ങോട്ട് വിടുമെന്ന് പറയാൻ പറ്റൂല. ആദ്യം കയറിയവരുണ്ടാവും, അവര് പറയുന്നിടത്തേക്കാ വണ്ടി വിടേണ്ടത്. ഇവിടെ എന്ത്